the stage, you are getting the Pride of Kerala 2025 award. Congratulations, you deserve the same. Nallor kaiyadi avate, ladies and gentlemen. And you are getting a memento and the certificate. I request Salam Bapu sir, Neha Saxena ma'am, kindly give the award to Pashanam Shaji sir. All right. Thank you so much. ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. കാര്യം ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പെർഫോമൻസ് ഇല്ലാതെ വിടണോ? എന്താ നിങ്ങൾ പറയുന്നേ? പെർഫോമൻസ് വേണ്ടേ? യെസ്. അങ്ങനെ പറയരുത്. നമ്മൾ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓവർ ടു യു. അല്ല ആദ്യമേ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാറില്ലാത്ത ആളാണെന്ന് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ അതും മറികടന്ന് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്ന അവാർഡ് നിങ്ങൾ തിരിച്ചു മേടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ നിൽക്കുന്നില്ല. അടുത്ത നിങ്ങളുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം 3 ലക്ഷം രൂപയെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു, പോളി വടക്കോട് പറഞ്ഞായിരുന്നു. അപ്പോൾ മോളത് സ്പോൺസർ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. ആ 3 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തതായിരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ, അതുപോലെ ഇങ്ങനെ ഒരു അവാർഡ് വെക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സന്തോഷം. ലോകത്തിൽ ഒത്തിരി വില കൂടിയ അവാർഡുകളൊക്കെ ഉണ്ടായും. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെപ്പോലത്തെ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായിരിക്കും ഇത്. അത് എന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. ഒത്തിരി സന്തോഷം. പിന്നെ ഇവിടെ കുഞ്ഞുമക്കളുടെ പരിപാടി, ഞാൻ സാറിൻ്റെ അവസ്ഥ ആലോചിക്കണേട്ടാ. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കളർ കോഴി കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് ഇറക്കി വിടൂലേ? അണ്ട് അതുമേലെ ഏറ്റവും നല്ലത് ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. മക്കളെല്ലാവരും ഒരുങ്ങി വന്നതും ഫാഷൻ ഷോ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റാമ്പിൻ്റെ സൈഡിലിരുന്നൊരു ഫാഷൻ ഷോ വന്ന ഫസ്റ്റ് ടൈമാണ്. അതിനും താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് പോളി വടക്കനോട് നന്ദി പറയുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും പോളി വടക്കനല്ല, പൊള്ളി വടക്കനാണ് ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും അടുത്ത സീസണും ഇതുപോലെ തന്നെ ഗംഭീരമാവട്ടെ. എല്ലാവിധ ആശംസകളും ഇവിടെ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനയും. താങ്ക് യു സോ മച്ച്.